ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം പകലുമിരവും പകരും പദചലനലയമേളം ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം വസന്തങ്ങളീ കൈക്കുമ്പിൽ നീട്ടി വസന്തങ്ങളീ വഴിയേ വന്നു വനജോത്സ്ന കൈക്കുമ്പിൽ നീട്ടി രാസകേളിരമണീയം മകരന്ദബിന്ദുവിൽ മയങ്ങി ഘനശ്യാമസന്ധ്യാഹൃദയം മുഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിൽ കലാകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. ചേച്ചി കണ്ടിട്ടുണ്ടാവും. അതായത് ശരിക്കും അടുക്കളയിൽ നിന്നൊക്കെ പാടുന്ന ഈ ഇതേപോലുള്ള കലാകാരികളെയൊക്കെ നമ്മൾ വെളിച്ചത്തിൽ പുറത്തേക്ക് കൊണ്ടുവരിക, അവരൊന്ന് പരിചയപ്പെടുത്തുക, അത് നമ്മുടെ ഒരു ലക്ഷ്യതാണ്. അപ്പം എന്തായിരുന്നു ചേച്ചി ഉണ്ട്, ചേച്ചി നന്നായി പാടുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് പാടുന്നുണ്ട്. കറക്റ്റ് ചേച്ചിയുടെ സ്ഥലം ഒന്ന് പറയുമോ എവിടെയാന്നുള്ളത്? കറക്റ്റ് എടപ്പാള് തട്ടാൻപടി അല്ലേ? ഓക്കെ. അപ്പോൾ ജോലി ഞാൻ റീസെൻ്റ്ലി റിട്ടയർ ചെയ്തു. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്? ഞങ്ങളുടെ ഈ ഹെൽത്ത് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, റിസ്ക് ആണ്. അപ്പോൾ ഈ പാട്ടൊന്നും അങ്ങനെ വരില്ല. ഇതുപോലെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴുള്ള പാട്ട് തന്നെയുള്ളൂ, പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി നന്നായി പാടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പാടിയ പാട്ടൊക്കെ വളരെ നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ഇതിന് ശേഷം പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. രാധാകൃഷ്ണ മാഷാണ് ഗുരു. അപ്പൊ പാട്ട് പഠിക്കാൻ നല്ല ആഗ്രഹം ഇതിന് ശേഷമാണ് പാട്ട് പഠിക്കുന്നത്. അപ്പൊ പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി ടൈമും ഫാമിലിയും എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രയാസം. ഇപ്പൊ ഫ്രീ ആയപ്പോ പാട്ട് പഠിക്കുന്നുണ്ട്. ജോലിയുള്ള സമയത്ത് പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് KGNയുടെ ഇതുപോലെയുള്ള കലോത്സവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അതിന് പങ്കെടുക്കാറുണ്ട്, ലൈറ്റ് മ്യൂസിക്കിന് പങ്കെടുക്കാറുണ്ട്. വീട്ടില് എന്റെ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു, അപ്പൊ ജീവിച്ചിരിപ്പില്ല. എനിക്ക് 2 കുട്ടികളാണുള്ളത്. എന്റെ മോള് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യണു. മോൻ ഇളയതാണ്, മൾട്ടിമീഡിയ കഴിഞ്ഞിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് തുടർന്ന് ഇങ്ങനെ പോവാ. ഇനി ഒരു ഗാനമേള മേഖലയിലൊക്കെ പോവാ. കാരണം ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിങ് ആണല്ലോ, പാടിനോട് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സപ്പോർട്ടാണ്. സുഖല്ലേ? നമുക്ക് ഒരുപാട് സന്തോഷമാണ്, സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പാട്ടും കൂടി, ഒരു സിനിമ സോങ് തന്നെ അല്ലേ? ഒന്നുകൂടി പാടാം.
ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശത്താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതിയിൽ കവിത പകർത്തി വച്ചു. ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി, എന്നെ കിളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ പ്രിയനൻ മനസ്സില കവിത പകർത്തി വച്ചു. ഞാൻ അവനെ സ്നേഹിച്ചു. വന്നു കണ്ടു കീഴടക്കി, എന്നെ കിളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഗംഭീരം. അത് നന്നായി പാടി. ചേച്ചിനും പാടണം കേട്ടോ, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. പാട്ട് ഒരുപാട് പഴയ ജാനകിയപ്പടെ തന്നെ ഇഷ്ടംപോലെ പഴയ ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ സുശീലാമ്മയുടെ പാട്ടുകളൊക്കെ ഏകദേശം ആ ശബ്ദം നമുക്ക് പഴയ കാലത്തുള്ള ശബ്ദമാണ് ചേച്ചി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ തിരഞ്ഞെടുക്കുക, പാട്ട് പാടുക കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം, ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.